ഭൂമിയുടെ കാലാവസ്ഥ നമുക്ക് ഇന്ന് അറിയാവുന്ന വലിയൊരു ഭീഷണി. എന്നാൽ ചിന്തിക്കുക, ഇത് മാറുന്നത് സ്വാഭാവികമാണോ? അല്ലെങ്കിൽ ഭൂമി തന്നെ ഒരു പ്രതിഫലനമാണോ? നാം അതിനെ ബാധിക്കുന്നു, അതും നമ്മെ പ്രതികരിക്കുന്നു. ഇപ്പോൾ ഭൂമി നമ്മോട് സംസാരിക്കുന്നു. നാം അതിനെ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ അതിന്റെ ഭാഷ ജ്വാലയും വെള്ളപ്പൊക്കവുമാകാൻ തുടങ്ങി. കാണുന്നുമില്ലാത്ത ശബ്ദങ്ങൾ, ഭൂമിയിലെ ഗർഭാഗങ്ങളിൽ നിന്നുള്ള ഉണർന്ന കുലുക്കങ്ങൾ, ഇവ എല്ലാം നമ്മുടെ ഗൗരവക്കുറവിനുള്ള പ്രതികരണങ്ങളാകാമോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു പുതിയ ജ്ഞാനരാശി മനുഷ്യനെ ചോദ്യം ചെയ്യുന്നുണ്ട്: ഞങ്ങൾ താനെയെല്ലാമാണോ? ആകാശത്തിൽ കാണുന്ന അതിഥികൾ ചിലപ്പോൾ ഭൂമിയിൽ എത്തുന്ന പുതിയ സന്ദേശം തന്നെയാകാമോ? അവർ ഒരിക്കലും പോയിട്ടില്ലെങ്കിൽ, അവർ ഭൂമിയോടൊപ്പം തന്നെ വികസിച്ചെടുത്ത മറ്റൊരു കുതിരയാണെങ്കിൽ? ഭൂമിയിൽ പണ്ടേ ഉണ്ടായിരുന്ന ചില നിർമ്മാണങ്ങൾ ഇന്നും വിശദീകരിക്കപ്പെടാത്തവയാണ്. ഒരേ രേഖാഖണ്ഡങ്ങളിൽ തമ്മിൽ ബന്ധമില്ലാത്ത സംസ്കാരങ്ങൾ, ഒരേപോലെ പണിത ഘടനകൾ. എന്താണ് ഈ സാമ്യം? ഇത് ബുദ്ധിയുടെ ഒരു അന്തർദേശീയ ഭൂപടമാണോ? പണ്ട് കാലത്തെ ഗ്രന്ഥങ്ങൾ, ജ്യോതിശാസ്ത്രം, തന്ത്രങ്ങൾ എല്ലാം ഭൂമിയെ ഒരു ജീവിയായി കാണുന്നു. ഭൂമി ദേവിയാണെന്ന് പല സംസ്കാരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതോ അതൊരു ജഡമല്ല, അതിന്റെ സ്വന്തമായൊരു ബുദ്ധിയുള്ള സ്ഥാപനമാകാമോ? ഒരു വ്യക്തിയുടെ ബുദ്ധിയെപ്പോലെ ഭൂമിക്കും താനൊരു കണക്ഷൻ ആണ് എന്നുറപ്പുള്ള പല തെളിവുകൾ ഇന്ന് ശാസ്ത്രത്തിൽ ഉയരുന്നുണ്ട്. നമുക്ക് ബോധമുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രകമ്പനം ഈ ഗ്രഹത്തിനും ഉണ്ടാകാമല്ലോ. ഭൂമിയിൽ ജീവൻ എന്നത് ഒരു അപകടം അല്ല, അതൊരു ഉദ്ദേശ്യമാണ്. അതിന്റെ ഓരോ മരവിപ്പും ചലനവും സ്വപ്നവുമാണ് നമ്മളെ നയിക്കുന്നത്. ഭൂമി നമ്മളെ ഉണ്ടാക്കിയത്രയേ അല്ല, നമ്മളെ പരീക്ഷിക്കുന്നുമുണ്ട്. ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഭൂമിയുടെ ഉള്ളിൽ എന്താണ്? അതിന്റെ അവസാന സത്യം എന്താണ്? നാം കണ്ടതൊക്കെ മറ്റൊരു വശമാണ്, അതിന് കീഴിലുള്ളതും പിന്നിലുള്ളതും. നിങ്ങൾ ഒരിക്കൽ കാണേണ്ടിയിരിക്കും. നമുക്ക് അറിയാമെന്ന് നമ്മൾ കരുതുന്ന ഭൂമി നമ്മുടെ ഏറ്റവും വലിയ ഭ്രമമാകാമോ? അറിയാൻ ഒരേ വഴി മാത്രമുണ്ട്: അന്വേഷിക്കുക, കണ്ടുപിടിക്കുക. ഭൂമി ഇതൊരു ഗ്രഹമോ അതോ ഒരു ജഡബോധമോ? സബ്സ്ക്രൈബ് ചെയ്യൂ. യാത്ര ഇനിയും തുടരും. ഇങ്ങോട്ടുവരെ നോക്കി കണ്ടുപോയെന്നെങ്കിൽ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഭൂമിയെക്കുറിച്ചുള്ള വിചിത്രതകൾ ഇഷ്ടമായി. അല്ലേ? എങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും നിർബന്ധമായി. ഇനിയും ഇങ്ങനെയുള്ള വിചിത്രവും ക്യൂരിയസുമായ യാത്രകൾ നമ്മൾ ചേർന്ന് ചെയ്യാം. കാണാം അടുത്ത വീഡിയോയിൽ.